ആഴമാർന്ന സ്നേഹമാണു നിൻ തിരുഹൃദയം, ആ മാറിലേക്ക് ചാഞ്ഞിറങ്ങട്ടെ എൻ ജീവിതം. ഈശോയുടെ ഹൃദയം പിണങ്ങാൻ അറിയാത്ത, പരിഭവപ്പെടാൻ അറിയാത്ത, വഴക്കു പിടിക്കാൻ അറിയാത്ത, കുറ്റങ്ങൾ മറന്നു പോകുന്ന, കുറവുകൾ കാണാത്ത തിരുഹൃദയം. അതെ, തച്ചൻ്റെ മകനായി ഒരു നിർധന കുടുംബത്തിൽ ജനിക്കേണ്ടി വന്നതിൽ അവിടുന്ന് തൻ്റെ പിതാവിനോട് ഒരിക്കലും പരാതിപ്പെട്ടില്ല. രാജകീയ ആഡംബരങ്ങളും പടയാളികളും ഇല്ലാതെ ദാരിദ്ര്യത്തിലും അധ്വാനത്തിലും സർവാധിനാഥൻ ജീവിതം ചെലവഴിച്ചപ്പോൾ അവിടുന്ന് പരിഭവം പറഞ്ഞില്ല. തൻ്റെ നിസ്സാരരായ പാവപ്പെട്ട മാതാപിതാക്കളെയും ഒരിക്കലും അവഗണിച്ചില്ല. അന്ത്യം വരെ തന്നോട് ചേർത്ത് നിർത്തുന്ന തിരുഹൃദയം. രോഗികളുടെയും വേദനിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചില്ല. പാപിനിയോട് നിയമത്തിൻ്റെ വള്ളിയും പുള്ളിയും വിശദീകരിക്കാതെ അവളെ വെറുതെ വിടുന്ന വിധവയുടെ വേദനയറിഞ്ഞ് അവളുടെ ഏക ആശ്രയമായ മകനെ ജീവനിലേക്ക് തിരിച്ചു നൽകുന്ന തിരുഹൃദയം. ശിഷ്യഗണങ്ങൾ താൻ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാതെ ഇരുന്നപ്പോഴും, അത്ഭുതങ്ങൾ പലത് കണ്ടിട്ടും അവർ വിശ്വാസത്തിൽ ആഴപ്പെടാതിരുന്നത് കണ്ടപ്പോഴും അവരെ കുറ്റപ്പെടുത്തി ആ ഹൃദയം അകന്നുപോയില്ല. എന്തിനേറെ തന്നെ ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും 3 വർഷം യൂദാസിനെ തന്നോട് ചേർത്ത് നിർത്തിയ, അവൻ ചെയ്യാൻ പോകുന്ന തെറ്റിനെക്കുറിച്ച് അറിവ് നൽകാൻ, നാശത്തിൻ്റെ പാതയിൽ നിന്നും തിരിച്ചു വരാൻ അവസാന പരിശ്രമവും നടത്തുന്ന ഈശോയുടെ അതിതീവ്രമായ കരുണ. അവൻ ഇരുട്ടിലേക്ക് മറഞ്ഞപ്പോൾ ആ ഹൃദയം വല്ലാതെ പിടഞ്ഞു. താൻ അനുഭവിക്കാനിരിക്കുന്ന കുരിശുമരണത്തെ ഓർത്തല്ല, നാശത്തിലേക്ക് നടന്നെടുക്കുന്ന തൻ്റെ ശിഷ്യനെ ഓർത്താണ് ആ ഹൃദയം പിടഞ്ഞത്. മനുഷ്യൻ സാപത്തിനു വേണ്ടിയല്ല, സാപത്തു മനുഷ്യനു വേണ്ടിയാണ്. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പഠിപ്പിച്ച് നിയമത്തിൻ്റെ ചട്ടക്കൂടിലും മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകണമെന്ന് കാണിച്ചു തന്ന ഈശോയോട് ഒരിറ്റു കരുണ പോലും മനുഷ്യകുലം കാണിച്ചില്ല. പാപമില്ലാത്തവനിൽ പാപം ആരോപിച്ച് നൽകാവുന്നതിൽ ഏറ്റവും കഠിനമായ വേദനകൾ നൽകി ആ ഹൃദയത്തെ വേദനിപ്പിച്ച് മുറിപ്പെടുത്തിയപ്പോഴും അവിടുന്ന് അതെല്ലാം അവരുടെയും ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഏറ്റെടുത്ത് രക്ഷ പകരുന്ന ദൈവകരുണ. ദൈവകരുണയുടെ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് പങ്കുവയ്ക്കാനുണ്ടാകും. അവിടുത്തെ കരുണ നാം അനുഭവിച്ചറിയുമ്പോഴും മറ്റുള്ളവരിലേക്ക് കരുണ ചൊരിയാൻ നമുക്കാവുന്നുണ്ടോ? നമ്മോടൊപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മെ നന്മയിലേക്ക് നയിക്കുന്ന, എത്രയേറെ വേദനിപ്പിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ ഒന്ന് വിളിച്ചാൽ ഓടിയെത്തുന്ന തിരുഹൃദയം അപരനോട് കൂടെ നിൽക്കാനും അപരനോടൊപ്പമായിരിക്കാനും നമ്മോട് പറയുന്നുണ്ട്. പക്ഷേ എത്രയോ അവസരങ്ങളിൽ മറ്റുള്ളവരെ താങ്ങാൻ, കൂടെ നിൽക്കാൻ നാമൊക്കെ നിസ്സംഗത പുലർത്തിയിട്ടുണ്ട്. കാണാതെ നടന്നിട്ടുണ്ട്, കൂട്ടം ചേർന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. തിരുഹൃദയ ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിനോട് ഈശോ പറഞ്ഞു, ഇതാ മനുഷ്യരോടുള്ള സ്നേഹത്താൽ ഇത്രയേറെ ജ്വലിക്കുന്ന എൻ്റെ ഹൃദയം. എന്നാൽ ഭൂരിഭാഗം ആളുകളിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നത് നന്ദികേടും അവഗണനയും മാത്രമാണ്. നമ്മുടെ അവഗണനകളെ പോലും പരിഗണിക്കാതെ നിരന്തരം നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ തന്നെ കുറവുകളിൽ നിന്നുണ്ടാകുന്ന മുറിവുകളെ ക്ഷമയോടെ നിരന്തരം സുഖപ്പെടുത്തുന്ന, ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ പങ്കിലമായ ഹൃദയത്തിൽ ഇടം തേടുന്ന കരുണയുടെ കുമ്പസാരക്കൂട്ടിൽ എന്നെ കാത്തിരിക്കുന്ന ആ തിരുഹൃദയം എന്നെയും നിങ്ങളെയും കരുണയുടെ വറ്റാത്ത നിർജ്ജരിയാക്കി മാറ്റട്ടെ.